നമസ്കാരം. പേയിളകിയ PC ജോർജ് നാവനക്കി. പച്ചത്തെറിയുമായി ജോർജിന്റെ കുമ്പസാരം. പിണറായിയും മരുമകനും എല്ലാം അടിച്ചു മാറ്റുന്നു എന്ന് പരാതി. പൂഞ്ഞാറിന്റെ പ്രിയപുത്രൻ PC ജോർജ് ഇപ്പോൾ യഥാർത്ഥത്തിൽ മലയാളികൾക്കിടയിലെ നല്ല ഒരു ഹാസ്യ കഥാപാത്രമാണ്. കേരള കോൺഗ്രസിൽ നിന്നും മാറി മാറി ഒടുവിൽ സ്വന്തം കേരള കോൺഗ്രസ് ഉണ്ടാകുകയും അത് പച്ചപിടിക്കാതെ വന്നപ്പോൾ മുഴുവൻ കേരള ജനങ്ങളെയും അണിചേർത്തുകൊണ്ട് ജനപക്ഷം പാർട്ടി രൂപീകരിക്കുകയും ചെയ്ത PC ജോർജ് ഒടുവിൽ എത്തി നിൽക്കുന്നത് BJP എന്ന രാഷ്ട്രീയ പാർട്ടിയിലാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വന്നപ്പോഴാണ് സ്വന്തം പാർട്ടിയെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് PC ജോർജും മകൻ ഷോൺ ജോർജും BJPയിൽ ചേർന്നത്. ചുമ്മാ ചേരുകയായിരുന്നില്ല, ഡൽഹിയിലെത്തി BJPയുടെ കേന്ദ്ര നേതാക്കളെ നേരിട്ട് കണ്ട് താമരമാലയെല്ലാം ചൂടിച്ചാണ് BJPയിൽ അംഗത്വം നേടിയെടുത്തത്. വലിയ ആദർശക്കാരനും സ്ഥാനമോഹങ്ങൾ ഒട്ടുമില്ലാത്ത ആളുമായ PC ജോർജ് ഡൽഹിയിൽ നിന്നും BJPക്കാരനായി മടങ്ങിയെത്തിയപ്പോൾ സ്വപ്നം കണ്ടത് പത്തനംതിട്ടയിലെ BJPയുടെ സ്ഥാനാർത്ഥിത്വമായിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ ജോർജിനെ അടിച്ചു മലർത്തി സാക്ഷാൽ AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ഒന്നാന്തരം ഹീറോ ആയി പത്തനംതിട്ടയിൽ അംഗം വെട്ടാനിറങ്ങി. ഇതോടെ സ്വപ്നങ്ങളെല്ലാം തകർന്ന ജോർജ് അടിയേറ്റ പാമ്പിനെ പോലെ പാഞ്ഞു നടക്കുകയാണ്. കുറച്ചു നാളായി വികടത്തരം വിളഞ്ഞു നിൽക്കുന്ന ജോർജിന്റെ നാവ് അടഞ്ഞു കിടക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ആ നാവ് ഉയർത്തി പച്ച തെറിവിളിവുമായി രംഗത്ത് വന്നത്. ജോർജ് കയറി പിടിച്ചത് വയനാട്ടിലെ മുണ്ടക്കൈയിൽ ഉണ്ടായ ദുരന്തവും അതിനെ തുടർന്ന് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമാണ്. ജോർജിന്റെ എല്ലില്ലാത്ത നാവിൽ നിന്നും പുറത്തു വന്നത് പച്ചത്തെറിയോടുകൂടിയ പ്രയോഗങ്ങളായിരുന്നു. വയനാട് ദുരിതാശ്വാസം പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയായ അപ്പനും മന്ത്രിയായ മരുമകനും കൂടി എല്ലാം അടിച്ചു മാറ്റുകയാണ് എന്നാണ് PC ജോർജിന്റെ പരാതി. വയനാട് ദുരന്തത്തിന്റെ പേരിൽ കണ്ണീരൊഴുക്കി നടക്കുന്ന മരുമകൻ മുഖ്യമന്ത്രിയേക്കാൾ വലിയ ആളായി ചമയുകയാണ്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനാണ് എന്ന ഭാവത്തിലാണ് മരുമകൻ മന്ത്രി ദുരിതത്തിന്റെ പേരിൽ കണ്ണീരൊഴുക്കുന്നത്. ഈ മന്ത്രി എല്ലാം അടിച്ചു മാറ്റുമെന്ന കാര്യത്തിൽ തർക്കമില്ല എന്നാണ് ജോർജിന്റെ അഭിപ്രായം. വയനാട് ദുരന്തമുണ്ടായപ്പോൾ ഓടിയെത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരുന്നു. ചുറ്റിനും പോലീസുമായി ദുരന്തം കാണാനെത്തിയ മുഖ്യമന്ത്രിക്ക് 10 മിനിറ്റ് പോലും അവിടെ നിൽക്കുവാൻ മനസ്സ് വന്നില്ല. കെട്ടിപ്പൂട്ടി മടങ്ങുകയാണ് അദ്ദേഹം ചെയ്തത്. ആ സ്ഥാനത്താണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കുന്ന നരേന്ദ്രമോദി മണിക്കൂറോളം മുണ്ടക്കൈയിൽ ചെലവഴിച്ചത്. തകർന്നു കിടക്കുന്ന പ്രദേശങ്ങൾ കാണുവാൻ മാത്രമായിരുന്നില്ല, ദുരന്തത്തിൽ പരിക്ക് പറ്റി ആശുപത്രിയിൽ കഴിയുന്ന ആൾക്കാരുടെ മുന്നിലെത്തി അവരെ ആശ്വസിപ്പിക്കാനും പ്രധാനമന്ത്രി തയ്യാറായി. ഈ സ്വഭാവമാണ് അധികാരത്തിലിരിക്കുന്ന ഭരണാധികാരികൾക്ക് ഉണ്ടാകേണ്ടത്. അതല്ലാതെ മുന്നിലും പിന്നിലും നൂറുകണക്കിന് പോലീസുമായി കറങ്ങി നടക്കുന്ന ഏർപ്പാടല്ല ഭരണാധികാരി നടത്തേണ്ടത് എന്നാണ് ജോർജ് പ്രസംഗത്തിൽ പറഞ്ഞു വെച്ചത്. വയനാട് പ്രകൃതി ദുരന്തത്തിൽ മുതലെടുക്കുന്നത് മുഖ്യമന്ത്രിയും മരുമകനും മാത്രമല്ല എന്നും കേരളമൊട്ടാകെ CPMകാരും അവരുടെ DYFIക്കാരും പലതരത്തിലുള്ള പിരിവുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും വയനാട്ടിലെ അവിടുത്തെ ദുരിതത്തിൽ കഴിയുന്ന ആൾക്കാരുടെ കൈകളിൽ എത്തില്ല എന്നും എന്ത് വിഷയം കേരളത്തിൽ ഉണ്ടായാലും അപ്പോൾ തന്നെ പിരിവിനിറങ്ങുന്ന CPMന്റെ യുവ സംഘടനയായ DYFIക്കാരും ചെയ്യുന്നതും കിട്ടുന്നതിൽ നല്ല പങ്കും അവന്മാരും അടിച്ചു മാറ്റുകയും പഴയ മുതിർന്ന സഖാക്കൾ പണ്ടുകാലം മുതൽക്കേ നടത്തി വന്ന ഈ തട്ടിപ്പ് ഏർപ്പാട് പുതിയ തലമുറക്കാരും കണ്ടുപഠിച്ചു എന്നതാണ് ശരിയെന്നും ജോർജ് പറയുന്നു. ഏതായാലും കുറച്ചു കാലമായി BJP എന്ന പാർട്ടിയിൽ നിന്നും ഉണ്ടായ അവഗണനകളുടെ പേരിൽ ഒതുങ്ങിക്കഴിഞ്ഞ PC ജോർജ് വീണ്ടും എല്ലില്ലാത്ത നാവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഏതൊക്കെ നേതാക്കന്മാർക്ക് നേരെയാണ് ഇനി തെറിവിളി ഉണ്ടാവുക എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. നന്ദി.